हेलो बच्चों, हाय नमस्ते, वेलकम बैक टू एजुपोर्ट। तो आज हम देखने वाले हैं टोपी शुक्ला, जो आपकी जो सीबीएसई की क्लास 10 की जो टोपी शुक्ला हम जो देखने वाला है, നമ്മൾ നോക്കാൻ പോവാണ് क्या है इसके अंदर, എന്താണ് ഇതിനകത്ത് വളരെ ക്വിക്ക് ആയിട്ട് മനസ്സിലാക്കിയാലോ। സോ ടോപ്പി शुक्ला एक ऐसे लड़के की कहानी है। ടോപ്പി शुक्ला എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അങ്ങനത്തെ ഒരു കഹാനിയായിരുന്നു, जो प्यार का भूखा है, സ്നേഹം ആഗ്രഹിക്കുന്ന ആ ഒരു കുട്ടിയുടെ ആ ഒരു കഹാനിയാണ്. സോ വീട്ടുകാരിൽ നിന്നൊക്കെ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്ന അഖേലാപ്പൻ, അജ്നബീപ്പൻ, എലിനേഷൻ, മാറ്റി നിർത്തപ്പെടുന്ന ആ ഒരു കുട്ടി, വീട്ടിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും ഒക്കെ മാറ്റിപ്പെടുന്ന ആ ഒരു കുട്ടിയുടെ ഇതാണ്. സോ ഇമോഷണലി കുട്ടികളെ എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം. എങ്ങനെയാണ് അവരുടെ ദയയോടും കരുണയോടും എങ്ങനെയാണ് അവരെ ചേർത്ത് പിടിക്കുന്നത്, ഒക്കെയാണ് ഈ ഒരു പാഠഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ക്ലിയർലേ? ലേക്കിൻ ഉസ്സെ അപ്നെ ഭരെ പൂരെ പരിവാർ മേ വോ പ്യാർ നഹീ മിൽത്തെ. ഒരുപാട് പേരാൽ നിറഞ്ഞ അവന്റെ ഫാമിലിയിൽ നിന്ന് അവർക്ക് ആ ഒരു സന്തോഷം, ആ ഒരു സ്നേഹം ലഭിക്കുന്നിരുന്നില്ല. ഉസ്സെ अपनापन उसे दोस्त इफन की बूढ़ी दादी से दाढ़ी अपनी जो दोस्त इफन के जो बूढ़ी दादी में मिलता है. തന്റെ സുഹൃത്ത് ഇഫന്റെ ദാദി, വയസ്സായിട്ടുള്ള ദാദിയിൽ നിന്നാണ് ആർക്ക്, നമ്മുടെ ഈ ഒരു കുട്ടിക്ക് ടോപ്പിക്ക് ലഭിക്കുന്നത്, ആ ഒരു സ്നേഹം ലഭിക്കുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭലെ ഹി ടോപ്പി ഹിന്ദു താ और ദാദി ഖട്ടർ മുസൽമാൻ പരിവാർ की थी. ഇഫൻ എന്ന് പറയുന്നത് ഒരു മുസൽമാൻ പരിവാറായിരുന്നു, മറിച്ച് ടോപ്പി എന്ന് പറയുന്നത് ഒരു ഹിന്ദു പരിവാറിൽ ബിലോങ് ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു മതേതരത്വം എന്നൊരു കാര്യമാണ് ഇവിടെ നമുക്ക്, സെക്യുലാരിസം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ എപ്പോഴും മനുഷ്യത്വമാണ്, എപ്പോഴും മനുഷ്യന് വേണ്ടത് മനുഷ്യത്വമാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മനുഷ്യത നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ? റെഡി അല്ലേ? റെഡി. ലേക്കിൻ ദോനോക്കോ റിസ്ത അഠൂട്ട്, രണ്ടുപേരുടെ എന്താണ് ബന്ധം? റിസ്ത അഠൂട്ടാണ്, ഒരിക്കലും പൊട്ടാത്തിയാണ്. ദാദി की पूर्वी बोली और उनकी कहानियां टोपी को अपनी माँ की गोद जैसे सुकून देती थी. നമ്മുടെ മുത്തശ്ശി, എന്റെ മുത്തശ്ശി പറയുന്ന പൂർവി ഭാഷയാണ്. സോ എന്താണ് ആ ഒരു ഭാഷ, എന്താണ് ആർക്ക് ഇഷ്ടമാണ്? നമ്മുടെ ടോപ്പിക്ക് ഇഷ്ടമാണ്. അത് തന്റെ സ്വന്തം അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വാത്സല്യൊക്കെയാണ് ആ ഒരു ദാദിയിൽ നിന്ന് ലഭിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റെഡി അല്ലേ? റെഡി. സോ ജബ് ദാദി കാ ദേഹാന്ത് ഹുവാ, ദാദി മരിച്ച സമയത്ത് ടോപ്പിനെ ഉദാ ഹോക്കർ ഇഫൻ സെ കഹാ താ തോർ ദാദി की जगह हमारी दादी मर गई थी तो ठीक है ना, ठीक बैत होता എന്ന രീതിയിലാണ് പറയുന്നത്. ആര് പറയാണ്? ടോപ്പി പറയാണ്, നിന്റെ ദാദി മരിച്ച സമയത്ത് എൻ്റെ ദാദിയാണ് യഥാർത്ഥത്തിൽ മരിക്കേണ്ടിയിരുന്നത്. എൻ്റെ ദാദി മരിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നല്ലതായിരുന്നു. നിന്റെ ദാദി ആയിരുന്നില്ല യഥാർത്ഥത്തിൽ മരിക്കേണ്ടത്, എൻ്റെ ദാദിയായിരുന്നു എന്ന രീതിയിലാണ്. കാരണം ടോപ്പിക്ക് സ്വന്തം ദാദിയോട് അത്ര സ്നേഹമില്ല. കാരണം ആ രീതിയിലാണ് ടോപ്പിയുടെ ദാദി അവനോട് പെരുമാറുന്നത്. സോ ഏറ്റവും കൂടുതൽ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പി ഇഫന്റെ ദാദിയാണ് നല്ല രീതിയിൽ സ്നേഹിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇഫൻ കെ പിതാക്ക तबादला होने के बाद टोपी बिल्कुल अकेला हो गया. എങ്ങനെയായിരുന്നു 1945 എന്ന് പറയുന്നത് എത്രയാണ് 1945 ഓക്കെ 1945 ആർക്കുണ്ടായിരുന്നു? ആരായിരുന്നു? 1945 में क्या हुआ था? अक्टूबर में 1945 में यस क्या 5 इसके अंदर क्या ऐसे आता है? ओके 1945 में क्या हुआ था आपको जो पता है? 1945 अक्टूबर में तबादला किसका हुआ था? हमारी जो इफन की जो पापा कलेक्टर है, अच्छन कलेक्टर ആയിരുന്നു. नए कलेक्टर का बेटा उसका दोस्त नहीं बन गया. പുതിയ കളക്ടറിന്റെ മക്കൾ എന്താണ്? ഇഫന്റെ നമ്മുടെ ടോപ്പിയുടെ സുഹൃത്തായിട്ടുള്ള ഇഫൻ അവനെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പുതിയ ആൾക്കാർ വന്നപ്പോൾ എന്താണ് ഇഫന് നമ്മുടെ ടോപ്പിയായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ടോപ്പിക്ക് എന്താണ് അത്രയും ബന്ധമായിട്ടുണ്ടായിരുന്നു നമ്മുടെ ടോപ്പി ശുക്ലയെ സംബന്ധിച്ച്. അവന്റെ സുഹൃത്ത് ഇഫൻ അവനും വിട്ടുപോയ സമയത്ത് ടോപ്പി ഒറ്റക്കായിട്ടുണ്ടായിരുന്നു. റെഡി അല്ലേ? റെഡി. സോ അടുത്തെന്താണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ലേക്കിൻ ഘർ കെ മാഹോലിനെ ഉസേ തോട് ദിയ, വീട്ടിലെ അവസ്ഥ എന്താണ്? അവനെ ഇല്ലാതാക്കി. पहले साल वह बीमार पड़ गया और फेल हो गया. അവനെന്താണ് എക്സാമിൽ ഫെയിൽ ആവാൻ തുടങ്ങി. 9ാം ക്ലാസ്സിലാണ്, നോട്ട് ചെയ്യണം. 9th ക്ലാസ്സിൽ, ഇത് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9th ക്ലാസ്സിൽ അവൻ എന്താണ് ഫെയിൽ ആവാൻ തുടങ്ങി. ആര്? നമ്മുടെ ടോപ്പി ഫെയിൽ ആവാൻ തുടങ്ങി എന്നൊരു കാര്യമാണ്. ഒന്നാമത്തെ തവണ ഫസ്റ്റ് ടൈം എന്താണ് അവൻ ഫെയിലായി. അതിന്റെ റീസൺ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് ടൈം ഫെയിലായി? എന്തുകൊണ്ടാണ് അവൻ ഫെയിൽ ആയെന്ന് വെച്ചാൽ ബീമാർ പड़ गया और फेल हो गया. दूसरे साल घर के कामों और चुनावों के इलेक्शन ഒക്കെ ഉണ്ടായിരുന്നു. ഷോർ ശരാബോ സെ പഠനെ നഹീ ദിയ, വീട്ടിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ എന്നാണ് അവനെ രണ്ടാമത്തെ തവണയും അവൻ ഫെയിലായി. സെക്കൻഡ് ടൈമും അവൻ എന്താണ് ഫെയിലായാൽ നമുക്കറിയാം അല്ലേ, ഒരുപാട് പേരുടെ കുറ്റവും അവഗണനയൊക്കെ കേൾക്കേണ്ടി വരും. അതുപോലെ എന്താണ് ടോപ്പി 2 തവണ 9ാം ക്ലാസ് ഫെയിലായ സമയത്ത് വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഗർമേ ഉസേ ബേൽ ഓർ നിഠല കഹ്കർ താനെ മാർ ജാത്തെ തെ. എന്തൊക്കെയാണ്? ബേൽ കാളയും നിഠല എന്നൊക്കെ വിളിച്ച് അവൻ എന്താണ് കളിയാക്കുമായിരുന്നു. ദാദി ഉസേ താനെ ദേത്തെ കി തീസരെ ബരസ് തോ തീസരെ ദർജ് മേ
पास हो ही जाओगे अर्थात वह തേർഡ് ഡിവിഷൻ മേ പാസ് ഹുവ. അവസാനം എന്താണ്, അവൻ ഇതൊക്കെ മറികടന്ന് മൂന്നാമത്തെ തവണ എന്ത് കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് അവൻ തേർഡ് തവണ എന്താണ് വിജയിച്ചു, സക്സസ് എന്ന് പറഞ്ഞ കാര്യം. സോ നിങ്ങൾക്കും ഇവിടെ ഉദ്ദേശിക്കാവുന്നതാണ് എന്താണ് സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. എപ്പോഴും എന്താണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ലഭിക്കുന്നതാണ് ഈ സക്സസ് എന്ന് പറഞ്ഞൊരു സാധനം. സോ അതാണ് നമ്മുടെ ടോപ്പിയുടെ കഹാനിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ മൂന്നാമത്തെ തവണ എന്താണ് അവൻ വിജയിച്ചു എന്നൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതും തേർഡ് ഡിവിഷനോടുകൂടിയാണ്. ഓക്കെ, തേർഡ് ഡിവിഷനോട് കൂടിയാണ് അവൻ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. നോട്ട് ദ വേർഡ് തേർഡ് ഡിവിഷൻ. ഓക്കെ, റെഡി അല്ലേ? യെസ്. എന്നിട്ട് എന്താണ്, ये कहानी दिखाती है कि बच्चों को धर्म या जाति नहीं बल्कि प्यार और समझ से मतलब होता है और ഉപേക്ഷ उन्हें कैसे तोड़ सकती है. ഉപേക്ഷ മാറ്റി നിർത്തപ്പെടുന്നതും ഏലിയേഷനൊക്കെ കുട്ടികളെ എങ്ങനെയാണ് ബാധിക്കുന്നത് അത് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ എന്താണ് ഈ പാഠം നമ്മൾ പഠിപ്പിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ये कहानी दिखाती है कि बच्चों को धर्म या जाति से नहीं, കുട്ടികളെ എന്താണ് ധർമ്മമോ മതമോ ജാതിയുടെ ഒന്നും പേരിലല്ല അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചേർത്ത് പിടിക്കേണ്ടത്, മറിച്ച് സ്നേഹത്തിൻ്റെയാണ്, പ്യാർ ഓർ സമജാണ്, ബുദ്ധിപരമായിട്ടും ഓക്കെ ബുദ്ധിയുടെ വിവേകത്തിന്റെ പാതയും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെയാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്നൊരു കാര്യമാണ് ടോപ്പി ശുക്ല എന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈസി അല്ലേ പാഠഭാഗം? റെഡി അല്ലേ? റെഡി. സോ അതിന്റെ കൂടുതൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ CBSE നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ നേരെ ആപ്പിൽ നിങ്ങൾക്ക് ചെറിയൊരു റേറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, നമ്മുടെ ആപ്പിൽ പർച്ചേസ് ചെയ്തിട്ട് CBSE പഠനങ്ങൾ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകാം. സോ CBSE ക്ലാസ് 10 നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ് നെയിം, അതുപോലെ തന്നെ എന്താണ് ക്ലാസ് ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് അടിച്ചു തന്നാൽ മതി. നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം എങ്ങനെയാണ് ഫീസ് റേറ്റ് ഒക്കെ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്തോളൂ. മെൻറ്റേഴ്സ് ഓഫർ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ കണക്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നിങ്ങളുടെ പേര്, ക്ലാസ്, ഫോൺ നമ്പർ തന്നാൽ മതി. നമ്മുടെ മെൻറ്റേഴ്സ് കോൺടാക്ട് ചെയ്യും. സോ ഈ ഒരു പാഠഭാഗത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടോപ്പി ശുക്ല നമ്മൾ വളരെ ക്വിക്കായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽഡ് അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആപ്പിൽ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആപ്പിലെ ക്ലാസ്സസ് കണ്ടിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതിൻ്റെ മലയാളം വേർഷൻ വേണമെങ്കിൽ ആപ്കോ ക്യാ കർനാ चाहिए, आपको जस्ट मेरा जिमन सर जूपोर्ड में നിങ്ങൾക്ക് ജസ്റ്റ് ടോപ്പി ശുക്ല എന്ന് അടിച്ചാൽ മതി, ടോപ്പി ശുക്ല ക്ലാസ് 10 എന്ന് അടിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇതിൻ്റെ മലയാളം വേർഷൻ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഈ രണ്ട് വേർഷൻ ഈ ക്വിക്ക് സമ്മറി നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. तो ठीक है बच्चों, मैंने तो जो कुछ कहना है सब कुछ कह लिया है. तो बच्चों मिलते हैं अगली वीडियो में. अच्छे से पढ़ लो, अच्छे से अपने एग्जाम्स की तैयारी करो. तब तक के लिए धन्यवाद. जय हिंद एंड थैंक यू.